കംപ്ലീറ്റ് എൻ്റെ വകയാണ്, ഫ്രീ ആണ്. ഇനി ഇത് പറഞ്ഞിട്ട് ഞാൻ ഫ്രീ ആണ് എൻ്റെ വകയാണെന്നൊക്കെ പറഞ്ഞത് മാത്രമേ കേട്ടിട്ടാവുള്ളൂ, ബാക്കി പറയുന്നത് കേൾക്കില്ല. വഴിയിൽ കടന്നു നിർത്തി വാങ്ങിച്ചു തരാന്ന് പറഞ്ഞിട്ട് മാഡം രക്ഷപ്പെടരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ബുദ്ധിമുട്ടിക്കരുത് കേട്ടോ. ഇമാജിൻ ചെയ്യാനേ ഞാൻ പറഞ്ഞോളൂ. ഓക്കെ, ഷൂസിൻ്റെ കടയുടെ മുമ്പിൽ നമ്മൾ എത്തിക്കഴിഞ്ഞു. ആ കടക്കാരൻ ചോദിക്കുന്നു, നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, ഏത് ഷൂസാണ് വേണ്ടത്? നല്ല ഓഫറുള്ള ടൈമാണ്. അപ്പോൾ 5000-ൻ്റെ ഷൂസ് 50% ഡിസ്കൗണ്ടിൽ 2500-ന് വെച്ചിട്ടുണ്ട്. ഇനി 2500-നാണെങ്കിൽ അത് 1000 rupees-ന് തരാമെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഏത് തിരഞ്ഞെടുക്കും? ഏതാ മേടിക്കുക? 5000-ന്റെ 2500-ന് റിഡക്ഷൻ ഉണ്ട്. നിങ്ങൾ ഏത് വാങ്ങിക്കും? 2500-ന്റെ ഷൂസ് ആണോ 1000-ന്റെ ഷൂസ് ആണോ വാങ്ങിക്കുക? ഞാൻ പറഞ്ഞ കാര്യം ഓർമ്മ വേണം, കംപ്ലീറ്റ് ഫ്രീ ആണ്. ഇനി നിങ്ങൾ എടുത്തോ, ഏതാ? 2500. ഒന്ന് കൈപോക്കി, എത്ര പേര് വാങ്ങിക്കും 2500? കൈ താത്തിക്കോ. വളരെ കുറച്ച് പേര്, എണ്ണാവുന്നവര്, വിരലിൽ എണ്ണാവുന്നവർ മാത്രമേ കൈപോക്കിയിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള ഒരു 1000-ന്റെ ആണോ സെലക്ട് ചെയ്യുന്നത്? അതെന്താ 1000-ന്റെ സെലക്ട് ചെയ്യുന്നത്? ഞാനല്ലേ പേ ചെയ്യുന്ന ആള്? ഫ്രീ ആയിട്ട് തന്നാലും വേണ്ടേ? എന്താണ് 1000-ന്റെ എടുക്കാൻ കാരണം? ആരെങ്കിലും ഒരാൾ പറയാവോ? എന്തിനാ മാഡത്തിനെ ബുദ്ധിമുട്ടിക്കണല്ലേ? ഇത്രയധികം കാശ് മാഡം ഇങ്ങനെ പേ ചെയ്യുമ്പോൾ വീട് വിൽക്കേണ്ടി വരുമോ എന്ന് വിചാരിച്ചിട്ടാണ്. ആണോ? ഈ 2000 പറഞ്ഞൊരു കൈ നോക്കിയവരൊന്ന് പറയാമോ, എന്തുകൊണ്ട് നിങ്ങൾ അത് സെലക്ട് ചെയ്യുന്നു? ഫ്രീ ആയ കാരണം കൊണ്ട്. ഓക്കെ, മിടുക്കൻ. വേറെ ആർക്കെങ്കിലും? നല്ലതായിരിക്കും അല്ലേ? വില കൂടിയിട്ടുണ്ടെങ്കിൽ എന്തുണ്ടാവും? ക്വാളിറ്റി ഉണ്ടാവും. ആണോ? ആണോ? ഉറപ്പാണോ? യെസ്. അപ്പൊ നമ്മുടെ ലൈഫിന് ക്വാളിറ്റി വേണ്ടേ? ചെരുപ്പ് ക്വാളിറ്റി ഉള്ളത് വാങ്ങുന്നു. അങ്ങനെയാണെങ്കിൽ എൻ്റെ ജീവിതത്തിന് ഞാൻ എന്തോരം ക്വാളിറ്റി കൊടുക്കുന്നുണ്ട്? അതാണ് എൻ്റെ ചോദ്യം. ജീവിതത്തിന് ക്വാളിറ്റി വേണോ? കുട്ടികൾ പറഞ്ഞേ, വേണ്ടേ? വേണം. അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ സമയം കൊണ്ട് പറഞ്ഞു തരാൻ പോകുന്നത് ഇതാണ്, എങ്ങനെ നിങ്ങളുടെ ലൈഫിൻ്റെ ക്വാളിറ്റി കൂട്ടാം.